Before going into this content further, if you're new to this channel, please like, share and subscribe. Hello friends, welcome to this new session on financial markets and services. ഇതൊരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് മോഡ്യൂൾ ആസ് യൂഷ്വൽ. ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ടറി മോഡ്യൂളാണിത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്താണ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്താണ്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ്, കൂടുതൽ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ് എന്നുള്ളത്. Now, as to a question, why should I study this subject എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, this is, ഞാൻ പറയുകയാണെങ്കിൽ ഇത് one of those subjects ആണ് which is applicable for all. It's not just for the commerce students. സബ്ജക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്ന കോമേഴ്സ് ആണ്, പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മെൻ ഫോർ ദി കൊമേഴ്സ് സ്റ്റുഡൻസ്. അത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും. കാരണം എങ്ങനെയൊക്കെ നോക്കിയാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യുവർ എയിം ഇസ് ടു ഗെറ്റ് എ ജോബ്, മേക്ക് മണി, അല്ലെങ്കിൽ ഡു ബിസിനസ്, മേക്ക് മണി. ഈ പൈസ പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. യു ക്യാൻ ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ ബിസിനസ്, യു ക്യാൻ ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ സം അതർ. ഇത് പല അവന്യൂസ് ഉണ്ട്, പക്ഷേ ആ അവന്യൂസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ദിസ് സബ്ജക്റ്റ് ആക്ച്വലി ഗിവ്സ് യു എ നോളജ് അബൌട്ട് വാട്ട് ഓൾ ആർ യുവർ ഓപ്പർച്യൂണിറ്റീസ്, എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആൻഡ് വൈ ഈസ് ഇറ്റ് സോ നെസസറി ടു ഹാവ് എ ഫിനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഈ സബ്ജക്റ്റിലൂടെ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ്. നൗ ഈ മോഡ്യൂളിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ചു വിടാം. ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ്, അതിൻ്റെ മീനിങ്, സിഗ്നിഫിക്കൻസ്, ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം, കൺസെപ്റ്റുകൾ, അസെറ്റുകൾ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്താണ്, ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, സർവീസസ് എന്താണ്, പിന്നെ വീക്ക്നെസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. അതൊക്കെയാണ് നമ്മൾ ബേസിക്കലി കവർ ചെയ്യുന്നത്. നൗ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വീൽ ഡീൽ വിത്ത് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ എന്ന് പറയുന്നത് വളരെ ബ്രീഫായിട്ട് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ്, അതിൻ്റെ വർക്കിങ്സ് എന്താണ്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിനകത്തുള്ള കോമ്പണൻസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാണ്. ഓക്കെ, ഐം നോട്ട് ഗോയിങ് ടു ഗോ ഇൻ ടു മച്ച് ഡീറ്റെയിൽ വിത്ത് എവറിഥിങ്. ആസ് ഓൾവേസ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഈ പറഞ്ഞിട്ടുള്ള 3 സെൻറ്റൻസുകൾ ഇട്ടിട്ടുണ്ട് ആൻഡ് ദിസ് വിൽ ഗിവ് യു എ ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് എ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫസ്റ്റ് ലൈൻ നമുക്ക് നോക്കാം. Financial system may be defined as a set of institutions, instruments and markets which encourage saving and channelize them, okay, to their effective use. അപ്പോൾ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, മാർക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, മാർക്കറ്റ്സ്, ഈ 3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഞാൻ ബേസിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് അടുത്ത സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചാൽ നമ്മുടെ ബാങ്കിങ്, നോൺ ബാങ്കിങ് എൻ്റർപ്രൈസസ്, അങ്ങനത്തെ ഒരുപാട്, പിന്നെ സ്റ്റോക്ക് ട്രേഡേഴ്സ്, ഇവരൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയപ്പെടുന്നത്. പിന്നെയുള്ളത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഏത്, ഇപ്പോൾ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോണ്ടുകൾ, ഓക്കെ, അങ്ങനെ സാധനങ്ങൾ, സെക്യൂരിറ്റീസ് എന്നും പറയും. ദെൻ മാർക്കറ്റ്സ്. ഏത് മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാം, എക്കണോമിക്സ് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്നത് കാരണം ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻറ്ററാക്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ പ്രസൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? സേവിങ്സ് എൻകറേജ് ചെയ്യാനായിട്ട്. സേവിങ്സ് എൻകറേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 1000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 1500 രൂപ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 500 രൂപയുണ്ട്. ഈ 500 രൂപ ഞാൻ സേവ് ചെയ്താൽ മാത്രമേ ഈ സേവിങ്സ് വഴി എനിക്ക് ഈ സേവിങ്സ് തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പിഗ്ഗി ബാങ്കിൽ വെക്കാം. അതും ഒരു ഫോം ഓഫ് സേവിങ്സ് ആണ്. പക്ഷേ എക്കണോമിക് ഉപകാരമുള്ള സേവിങ്സ് എന്താണ്? ഈ 500 രൂപ ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, ആ 500 രൂപ വേറൊരാളുടെ കയ്യിലേക്ക് ലോണായിട്ട് എത്തും. അങ്ങനെ അവിടെയാണ് ഈ ചാനലൈസിങ് എലമെൻറ്റ് വരുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ലൈനിലേക്ക് നമുക്ക് കിടക്കാം. ഫിനാൻഷ്യൽ സിസ്റ്റം is a system that allows the exchange of funds between whom? Lenders, investors and borrowers. കടം കൊടുക്കുന്ന ആൾ, ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളും പൈസ ആവശ്യമുള്ള ആളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, ഒരു സിസ്റ്റം വേറെ they can meet. Okay, financial system allows funds to be allocated, invested, moved between economic sectors. സെക്ടറുകളിൽ തമ്മിൽ ഇൻട്രാക്ഷൻ സംഭവിക്കുന്നു. ഫണ്ട്സ് ചാനലൈസ് ആവണം, ഫണ്ട്സ് ഫ്ലോ ചെയ്യുന്നു. ക്ലിയർ? സോ ഇതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് എ ഫിനാൻഷ്യൽ സിസ്റ്റം. അതിൻ്റെ ബേസിക് മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൗ എ ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക്സ്. നൗ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട 2 തരം ആൾക്കാർ ഉണ്ട്. ഓക്കെ, 2 തരം പ്ലെയേഴ്സ് ഉണ്ട്. ആ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ലെൻഡേഴ്സ് അല്ലെങ്കിൽ സേവേഴ്സ്. ഓക്കെ, ലെൻഡേഴ്സ് അല്ലെങ്കിൽ സേവേഴ്സ് ഒരു കാറ്റഗറി ആൾക്കാരും,
ബോറോവേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് അല്ലെങ്കിൽ സ്പെൻഡേഴ്സ്. ഓക്കെ, വേറൊരു കാറ്റഗറി ആൾക്കാർ. നൗ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഹൗ ദ സിസ്റ്റം വർക്ക്സ്, ഈ രണ്ട് കാറ്റഗറി ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ലെൻഡേഴ്സിൽ വരുന്നത് അല്ലെങ്കിൽ സേവേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട പൈസ സേവ് ചെയ്യുന്ന ആൾക്കാർ? ഒന്ന് നമ്മളെ പോലത്തെ ഹൗസ് ഹോൾഡ്സ്, ഫേമുകൾ, ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ, പിന്നെ നോൺ റെസിഡൻസ്. ഇത്രയും ആൾക്കാർ പൈസ സേവ് ചെയ്യുന്നുണ്ട് വീട്ടിൽ. ഹൗസ് ഹോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇമാജിൻ നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഹൗസ് ഹോൾഡ് എന്നൊരു ടേം. അപ്പോൾ ഈ ഹൗസ് ഹോൾഡ്സ് എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാതരം സാധാരണക്കാരെല്ലാവരും തന്നെ 1000 രൂപ, 10,000 രൂപ, 1,00,000 രൂപ ഒക്കെ ശമ്പളം മേടിക്കുന്ന ആൾക്കാർ മിച്ചം പിടിക്കുന്നൊരു എമൗണ്ട്. ഓക്കെ, എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ട് ചില എൻജോയ്മെൻറ്റ്സിനും അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള എക്സ്പെൻസസ് കഴിഞ്ഞിട്ട് അലോക്കേറ്റ് ചെയ്യുന്നൊരു എമൗണ്ട് ഉണ്ട്, മിച്ചം പിടിക്കുന്നൊരു എമൗണ്ട് ഉണ്ട്. ഇത് സേവിങ്സ്. അതേപോലെ തന്നെ ഫേമുകളാണെങ്കിലും ലാഭം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ലാഭം എന്തെങ്കിലും എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടും സേവിങ്സ് ആണ് ഫേമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലും. ഗവൺമെൻറ്റും സെയിം അതേപോലെ തന്നെ. അവർക്ക് ഇപ്പം കേരള ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ ബെവ്കോ ഉണ്ട്, വിച്ച് ഇസ് മേക്കിംഗ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് മണി. ഈ മണി ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ വേറെ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ക്ലിയർ. പിന്നെ നോൺ റെസിഡൻസ്, ഇവിടെ താമസിക്കാത്ത ആൾക്കാർ. ഓക്കെ, സോ ഇത്രയും ആൾക്കാർ പൈസ സേവ് ചെയ്യുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് പൈസ ലെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈസ ലെൻഡ് ചെയ്യല്ല, ഇനി ആരൊക്കെയാണ് പൈസ ബോറോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാർ ആരൊക്കെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേ കാറ്റഗറി ആൾക്കാർ തന്നെയാണ് ഇവിടെയും. ഓക്കെ, ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ഗവൺമെൻറ്, നോൺ റെസിഡൻസ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അതെങ്ങനെ സംഭവിക്കണം? കാരണം ഇപ്പോൾ എനിക്കാണെങ്കിലും ഇമാജിൻ ഫോർ മീ, ഇഫ് ഐ വോണ്ട് ടു ബൈ എ ബൈക്ക് അല്ലെങ്കിൽ ഒരു കാർ മേടിക്കണം, എൻ്റെ കയ്യിൽ ചിലപ്പോൾ അത്രയും ഒറ്റയടിക്ക് എടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ വിൽ അപ്രോച്ച് ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. ഞാൻ എൻ്റെ സിബിൽ സ്കോർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ആൻഡ് ഹൗ ക്രെഡിറ്റ് വർത്തി ആം ഐ എന്നുള്ളൊരു സാധനമാണ്, ഒരു ഡോക്യുമെൻ്റാണ് അത്. പാൻ കാർഡ്, ബാക്കിയുള്ള എൻ്റെ ബാങ്കിങ് ട്രാൻസാക്ഷൻസും ബാങ്കിങ് ബിഹേവിയർ ബേസിസിൽ അവർ വിലയിരുത്തുന്നതാണ് ഹൗ ക്രെഡിറ്റ് വർത്തി ആം ഐ എന്നുള്ളത്. സോ അതിൻ്റെ ബേസിസിൽ ഇഫ് ഐ ഹാവ് എ ഗുഡ് സ്കോർ, എനിക്ക് ഒരു ലോണ് ഈസി ആയിട്ട് കിട്ടും ബാങ്കിൽ നിന്ന്. ആ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയതിൻ്റെ ബേസിസിൽ ഐ ആം ഏബിൾ ടു ബൈ എ കാർ ഓർ എ ഹൗസ് ഓർ എ ബൈക്ക്, വാട്ട് എവർ ഇറ്റ് ഇസ് ഐ വാണ്ട്. ഈവൻ ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ്സിന് സാധനങ്ങൾ മേടിക്കാൻ പോലും ഒക്കെ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഐ ആം ഗെറ്റിംഗ് എ ലോൺ. നോ ഫ്രം വേർ ആം ഐ ഗെറ്റിംഗ് എ ലോൺ? ഒരു ബാങ്കിൽ നിന്ന്, റൈറ്റ്? ആ ബാങ്ക് എങ്ങനെ ലോൺ തരുന്നത്? ഇതേപോലത്തെ ആൾക്കാർ, ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇതേപോലെ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ സേവ് ചെയ്യുന്നുണ്ടാവും മാസം. ആ സേവ് ചെയ്യണ എമൗണ്ട് FD ആയിട്ട് അല്ലെങ്കിൽ RD ആയിട്ടൊക്കെ ഇടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ബാങ്കിൽ നിന്ന് ആ എമൗണ്ട് എനിക്ക് ലോണായിട്ട് തരുന്നു. സി വാട്ട് ഈസ് ഹാപ്പനിങ്? ദ മണി ഈസ് ഗോയിങ് ഫ്രം ദോസ് ഹൂ ഹാവ് മണി, അല്ലെങ്കിൽ ദോസ് ഹൂ വോണ്ട് ടു സേവ്, ദോസ് ഹൂ വോണ്ട് ടു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും സേവിങ്സ് ആയിട്ട് വെക്കുന്ന ആൾക്കാരും എക്സസ് മണിയുള്ള ആൾക്കാരും. അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ ആർക്കാണ് ആവശ്യം അവരിലേക്കാണ് ഇത് പോകുന്നത്. ഞാൻ അത് 2 രീതിയിൽ പോവാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് മെക്കാനിസത്തിലൂടെ, അതായത് ഡയറക്റ്റ്ലി മാർക്കറ്റ്, ഓക്കെ, ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഡയറക്റ്റായിട്ട് ഒരു കമ്പനിയുടെ ഈ പറഞ്ഞിട്ടുള്ള എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് ഡയറക്റ്റ് ഒരു പ്രസൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഡയറക്റ്റ് പ്രസൻസ് എങ്ങനെയൊക്കെ നോക്കിയാലും വി റിക്വയർ ദ ഹെൽപ്പ് ഓഫ് എൻ ഇൻ്റർമീഡിയറി. ഏതെങ്കിലും രീതിയിൽ ഒരു ഇടനിലക്കാരൻ, അതൊരു ഡെപ്പോസിറ്ററീസിൻ്റെ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല. പക്ഷേ വൺ വേ ടു ഗോ ടു റീച്ച് ദി ബോറോവേഴ്സ്, for the lenders or savers to reach the borrowers is directly through the financial market. ബട്ട് ജനറൽ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് വി ഗോ ത്രൂ സംബഡി നോൺ ആസ് എ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി, ഇടനിലക്കാരൻ. അത് ബാങ്കുകളാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആയിരിക്കാം, ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, അങ്ങനെയുള്ളതായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലെൻഡേഴ്സ് അല്ലെങ്കിൽ സേവേഴ്സ് സാധാരണഗതിയിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് വഴി ഇവരുടെ ബോറോവേഴ്സും സ്പെൻഡേഴ്സിൻ്റെ അടുത്തെത്തും, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി തന്നെ ബോറോവേഴ്സും സ്പെൻഡേഴ്സ് വഴി എത്തും. ദ മോസ്റ്റ് ഓബ്വിയസ് റൂട്ട് എന്ന് പറയുന്നത് ഇതിലൂടെയാണ്. ഞാൻ ഡബിൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ അങ്ങ് പോയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ,
ഓക്കെ, മെജോറിറ്റി ആൾക്കാർ ഈ രണ്ട് വഴി കൂടെ ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഡയറക്റ്റ്ലി ബോറോവേഴ്സിലേക്ക് എത്തും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വഴി ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്തും. ഓക്കെ, സോ ഹോപ്പ് യു ആർ ക്ലിയർ ഇൻ ദിസ്. ഈ ഒരു എൻറ്റയർ മൂവ്മെൻറ്റ് ഫ്ലോ ഓഫ് എന്താ കാണുന്നത്, ഈ ഫ്ലോ സംഭവിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഓഫർ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ സർവീസസ്. നൗ അതെന്താണെന്ന് ഞാൻ സെപ്പറേറ്റ് ഇനി പറഞ്ഞുതരാം. ഓക്കെ, സോ ദിസ് ഈസ് ദി ബേസിക് തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആസ് ടു ഹൗ എ ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക്സ്. ഓക്കെ, മെയിൻ രണ്ട് എലമെൻറ്റ് ലെൻഡേഴ്സ് അല്ലെങ്കിൽ സേവേഴ്സ്, പിന്നെ ബോറോവേഴ്സ് അല്ലെങ്കിൽ സ്പെൻഡേഴ്സ്. ഈ രണ്ട് തരം ആൾക്കാർ തമ്മിലുള്ള ഇൻട്രാക്ഷനിലാണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം തന്നെ ജന്മം കൊള്ളുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു ആർ ക്ലിയർ ഇൻ ദിസ്. അടുത്തത് നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള കോമ്പണൻറ്റ്സ്, പാർട്സ് ഓഫ് എ ഫിനാൻഷ്യൽ സിസ്റ്റം നമുക്ക് നോക്കാം. മെയിനായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് സർവീസസ്. 4 കോമ്പണൻറ്റ്സ്. യു ടേക്ക് എനി കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം, ഈ 4 കോമ്പണൻറ്റ്സ് ഉണ്ട്. അത് യൂറോപ്പിലെ ഫിനാൻഷ്യൽ സിസ്റ്റംസ് ആയിക്കോട്ടെ, ലോക ഫിനാൻഷ്യൽ സിസ്റ്റംസ് ആയിക്കോട്ടെ, ഒരു ഇന്ത്യൻ ഗവൺമെൻറ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ എ വെരി ടൈനി എക്കോണമി ആയാലും യൂഷ്വലി ഈ പറഞ്ഞിട്ടുള്ള 4 എലമെൻറ്റുകൾ ഉണ്ടാവും. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ത്രൂ ദീസ് സിംഗുലർ. ഈ മാർക്കറ്റ്സ് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, സർവീസസ് എന്താണ്, ഓരോന്നും പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു വിടാം. എങ്ങനെ ഐം ടെല്ലിങ്, ഐ എം നോട്ട് ഗോയിങ് ഇൻ ഡീറ്റെയിൽ, ജസ്റ്റ് അതിനകത്ത് അടിയിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് എടുത്ത് പറയുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് മാർക്കറ്റ്സ്. നോ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ പ്ലേസ് വെയർ പീപ്പിൾ ബൈ ആൻഡ് സെൽ തിങ്സ്. വെജിറ്റബിൾ മാർക്കറ്റിൽ നമ്മൾ വെജിറ്റബിൾ വാങ്ങുന്നു, ഫിഷ് മാർക്കറ്റിൽ ഫിഷ് വാങ്ങുന്നു, സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങുന്നു, ഓൾ കൈൻഡ് ഓഫ് തിങ്സ്. നൗ ഇവിടെ സംഭവിക്കുന്നത് ഒരു ബയർ ഉണ്ടാവും, ഒരു സെല്ലർ ഉണ്ടാവും, രണ്ടുപേരും ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ ചിലപ്പോൾ വിലപേശൽ നടക്കും, ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ബേസിസിൽ ഒരു പ്രൈസ് ഫിക്സ് ആവും. ആ പ്രൈസ് ഫിക്സ് ആകുമ്പോൾ ബയറിൻ്റെ കയ്യിൽ നിന്ന് പൈസ സെല്ലറിൻ്റെ അടുത്തേക്ക് എത്തുന്നു, സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് കമോഡിറ്റി അല്ലെങ്കിൽ സർവീസ് ബയറിൻ്റെ അടുത്തേക്ക് എത്തുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി. പൈസ സർക്കുലേറ്റ് ചെയ്യാണ്. റൈറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇത്ര തന്നെയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ബയർ ഉണ്ട്, ഒരു സെല്ലർ ഉണ്ട്. ആ ബയർ എന്താണ് മേടിക്കാൻ വരുന്നത്? ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ എനിത്തിങ് ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ ആയിരിക്കും. ആ ഫിനാൻഷ്യൽ നേച്ചറുള്ള സാധനം വാങ്ങാനും വരുന്നൊരു അല്ലെങ്കിൽ വിൽക്കാൻ വരുന്നൊരു സ്ഥലം, അതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. സോ ഏതൊരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു ബയർ ഉണ്ടാവും, ഒരു സെല്ലർ ഉണ്ടാവും. ഇവർ രണ്ടുപേരും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് പ്രൈസും അങ്ങനെ പ്രൈസ് ഫിക്സേഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് നടത്തുന്ന സ്ഥലമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. നൗ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് 2 രീതിയിൽ സംഭവിക്കുന്നുണ്ട്, 2 ടൈപ്പ് ഓഫ് സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന് ഓർഗനൈസ്ഡ്, അല്ലെങ്കിൽ രണ്ടാമത് അൺഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ കുറേ കൂടി റെഗുലേഷൻസ്. ഓക്കെ, ഇപ്പോൾ ടേക്ക് ഫോർ എക്സാമ്പിൾ യുവർ സ്റ്റോക്ക് മാർക്കറ്റ്സ്. സ്റ്റോക്ക് മാർക്കറ്റ്സിന് റെഗുലേഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, എന്താ പറയുക, അതിൻ്റെ പുറകിലുള്ള ആക്റ്റുകളുണ്ട്, ഒരു ബോഡി ഉണ്ട്. സെബി പോലത്തെ ഓർഗനൈസേഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഒരു പരിധി വരെ RBIയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇവരെ. സോ ഓൾ ആൻഡ് ഓൾ ഈ പറഞ്ഞിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ മോർ ഓർ ലെസ് സെമി റെഗുലേഷൻസ് അല്ലെങ്കിൽ കാര്യപ്പെട്ട റെഗുലേഷൻസ് ഇല്ലാത്ത മാർക്കറ്റിനെയാണ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡിൻ്റെ അടിയിൽ തന്നെ 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ്സിനെ കാണാം. ഒന്ന് ബേസ്ഡ് ഓൺ ടൈം ഫ്രെയിം. ഓക്കെ, ടൈം ഫ്രെയിം ഒരു രീതിയിൽ കാണാം. രണ്ടാമത് വേണമെങ്കിൽ ബേസ്ഡ് ഓൺ ദി വേണമെങ്കിൽ എന്താ പറയുക, ഫസ്റ്റ് ഹാൻഡ് ആണോ സെക്കൻഡ് ഹാൻഡ് ആണോ, ഫ്രഷ് ആണോ അതോ അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദി ഫ്രഷ്നെസ് ഓഫ് ദി ഇഷ്യൂ. ഓക്കെ, പ്രൈമറി മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രഷ് ഇഷ്യൂസിനാണ്, ഫസ്റ്റ് ടൈം ഇഷ്യൂസ്. ഓക്കെ, ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാനായിട്ടുള്ള മാർക്കറ്റ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ? ഓൾറെഡി ഇഷ്യൂ ചെയ്യപ്പെട്ട ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും ഉള്ള സ്ഥലം. പിന്നെയുള്ള ഡെറിവേറ്റീവ് മാർക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്യാത്ത കമോഡിറ്റീസ് മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ വേറെ മാർക്കറ്റ്സ് ഉണ്ട്. പക്ഷേ പ്രൈമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടൈം ബേസിസിൽ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഫ്രഷ്നെസ് ഓഫ് ദി ഇഷ്യൂവിൻ്റെ ബേസിസിൽ നമുക്ക് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും പറയാം. നൗ ടൈം ഫ്രെയിമിൽ മണി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം. ഓക്കെ, മണി ഈസ് ഷോർട്ട് ടേം
ക്യാപിറ്റൽ മാർക്കറ്റ് ഇസ് ലോങ് ടേം സെക്യൂരിറ്റീസ്. ലോങ് ടേം സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലും ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് അണ്ടർ 1 year മെച്യൂരിറ്റി ഉള്ള സെക്യൂരിറ്റീസിനെ നമ്മൾ മണി മാർക്കറ്റിലാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അടുത്ത് വരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചാൽ ഓർഗനൈസേഷൻസ് ദാറ്റ് ഡീൽ വിത്ത് പീപ്പിൾ. ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞിട്ടില്ലേ. ഇതിൻ്റെ ഒപ്പം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഈ ബാങ്കിങ് നോൺ ബാങ്കിങ് അല്ലാണ്ട് വേറൊരു സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ അത് സാധാരണ പറയപ്പെടാറില്ല, നമ്മൾ ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യാറില്ല. ദോസ് ആർ കൈൻഡ് ഓഫ് എൻറ്റിറ്റീസ് ദാറ്റ് ബിലോങ് ബിറ്റ് ഔട്ട്സൈഡ് ദി സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് കളിക്കുന്നതൊക്കെ, പക്ഷേ അവരുടെ പ്രസൻസ് ഇസ് കൈൻഡ് ഓഫ് ഔട്ട്സൈഡ്. കാരണം അവർ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ആർ നോൺ ആസ് റെഗുലേറ്റേഴ്സ്. ഓക്കെ, റെഗുലേറ്റേഴ്സ് എന്ന് പറയും. അവരാണ് നമ്മുടെ ഈ RBI, SEBI പോലത്തെ എൻറ്റിറ്റീസൊക്കെ. ഓക്കെ, നൗ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2 തരത്തിലുണ്ട്, ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ്. ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യുന്നത്. നോൺ ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ബാങ്കിങ് അല്ലാത്ത എൻറ്റിറ്റീസാണ് അവർ. ഓക്കെ, നൗ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്, ഫോറിൻ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്. ബേസിക് ക്ലാസിഫിക്കേഷൻസ് ആണ് കേട്ടോ പറയുന്നത്. നൗ ഇതിനകത്ത് തന്നെ കൊമേഴ്ഷ്യലിൻ്റെ അടിയിൽ വരുന്നതാണ് പ്രൈവറ്റ് ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും പബ്ലിക് സെക്ടർ ബാങ്ക്സും. ഓക്കെ, സോ നിങ്ങൾ ബാങ്കിങ് ഓൾറെഡി പഠിച്ച കാരണം ഐ എം നോട്ട് ഗെറ്റിംഗ് മച്ച് ഇൻ ടു ഡീറ്റെയിൽ വിത്ത് ദാറ്റ്. പക്ഷേ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻസ് ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്തത് വരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ വാങ്ങുന്നതും വിൽക്കുന്നതും. ആൻഡ് യൂസിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വി ബൈ ഓർ സെൽ ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സെക്യൂരിറ്റീസ്. ഓക്കെ, സെക്യൂരിറ്റീസ്, ഇതാണ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്, ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നൗ ഇതിനെ 2 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ബേസ്ഡ് ഓൺ ടേം അല്ലെങ്കിൽ ടൈം ഫ്രെയിം, ബേസ്ഡ് ഓൺ ടൈപ്പ്. ഓക്കെ, ടൈപ്പ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ്നെസ് ഓഫ് ഇഷ്യൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോ ടേമിൻ്റെ ബേസിസിൽ വരുന്നത് ഷോർട്ട് ടേം, മീഡിയം ആൻഡ് ലോങ് ടേം. ഷോർട്ട് ടേം എന്ന് വെച്ചാൽ ലെസ് ദാൻ 1 year. ഓക്കെ, 1 yearന് താഴെ. മീഡിയം എന്ന് പറയുമ്പോൾ 1 to 2 ആൻഡ് ലോങ് എന്ന് പറയുമ്പോൾ 2 or more. ഓക്കെ, സാധാരണ ഇതിൽ 3 പറയാറ്, പക്ഷേ ഇറ്റ് വേരീസ് ഫ്രം ടെക്സ്റ്റ് ബുക്സ് ടു ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഇൻസ്ട്രുമെൻറ്റ്സ്. നൗ ഇനിയുള്ളത് ഫിനാൻഷ്യൽ സർവീസസിനെ കുറിച്ചാണ്. നൗ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് ഫിനാൻഷ്യൽ സർവീസസ് വരുന്നത്. ഒന്ന് ഫണ്ട് ബേസ്ഡും രണ്ടാമത്തത് ഫീ ബേസ്ഡും. ഫണ്ട് ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഫണ്ട് ബേസ്ഡ്. ഓക്കെ, ലോണ് പോലെ പ്രൊവൈഡിങ് ലോൺ അല്ലെങ്കിൽ ഫണ്ട് പോലത്തെ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇറ്റ് നീഡ് നോട്ട് ബി ഹാർഡ് കറൻസി അല്ലെങ്കിൽ ഹാർഡ് മണി. ലോൺ അല്ലെങ്കിൽ ലോൺ പോലത്തെ ഒരു സഹായം തരുന്നതിനാണ് ഫണ്ട് ബേസ്ഡ് സർവീസസ് എന്ന് പറയുന്നത്. അതല്ല, വേറെ തരം സർവീസുകളുണ്ട്. നമ്മുടെ ഈ ഡോക്ടർമാരെ വക്കീലന്മാരെ ഒക്കെ കാണാൻ പോകുമ്പോൾ നമുക്ക് പനി ജലദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പനി ജലദോഷം മാറിക്കഴിഞ്ഞാൽ വക്കീലിനാണെങ്കിലും നമ്മൾ വക്കീലിനൊരു ഫീസ് കൊടുക്കും. റൈറ്റ്, റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിന് നമ്മളൊരു സ്ഥലം കണ്ടു ഇഷ്ടപ്പെട്ടു, നമ്മൾ കൊടുക്കുന്നത് ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഫീ. ആ ഫീ കമ്മീഷൻ കിട്ടി കഴിഞ്ഞാൽ അവരുടെ പരിപാടി കഴിഞ്ഞു. റൈറ്റ്, അതാണ്. പിന്നെ അവരായിട്ട് വേറെ റിലേഷൻ ഇല്ല. കേട്ടല്ലോ, ദാറ്റ് ഈസ് ഫീ ബേസ്ഡ്. ചില സർവീസുകൾക്ക് ചില സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഫീ അല്ലെങ്കിൽ ഒരു കമ്മീഷനാണ്. ഓക്കെ, അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫീ ബേസ്ഡ് സർവീസസ്. മറ്റേത് ഫണ്ട് ബേസ്ഡ് ആണ്. ഫണ്ട് ബേസ്ഡിൽ എന്തൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. ലീസിങ്, ഹയർ പർച്ചേസ്, കൺസ്യൂമർ ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ്, ഫാക്ടറിങ്, ഇൻഷുറൻസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ലോഡ് പൈസ അല്ലെങ്കിൽ പൈസ ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ലീസിങ്ങിനാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഒരു സാധനം മേടിക്കാണ്ട് നമുക്ക് ആ സാധനം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. റൈറ്റ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് റെൻറ്റിങ് ഒരു സാധനം റെൻറ്റ് ചെയ്യുക. ഇപ്പോൾ റെൻറ്റിങ്ങിൽ എന്താ, നമ്മൾ വീട് വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വീട് ഉണ്ടോ, വീടുണ്ട്, നമുക്ക് വീടിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്, ഒരു റൂഫ് ഓൺ അവർ ഹെഡ്, വണ്ടിയിൽ പാർക്ക് ചെയ്യാനും സ്ഥലം, പിള്ളേർക്ക് താമസിക്കാനും നമുക്കും താമസിക്കാനും ഒരു വീട്. പക്ഷേ ഇസ് ദാറ്റ് അവർ ഓൺ? നോ, ഇറ്റ് ഇസ് നോട്ട് അവർ ഓൺ. നമ്മളതിന് മാസം വാടക കൊടുക്കുന്നുണ്ട്, പക്ഷേ വീടിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ? ദാറ്റ് ഈസ് അതേപോലെ തന്നെ മെഷീനറീസ് ആണെങ്കിൽ പോലും നമുക്ക് മെഷീൻ കണ്ടവാനും പൈസ എടുത്ത് ചിലവാക്കണ്ട. അതിന് പകരം നമുക്ക് മെഷീൻ ലീസിനെടുക്കാം. ലീസിനെടുത്ത് കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഓണർഷിപ്പ് നമുക്കില്ല. അത് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ക്രൈറ്റീരിയയുടെ ബേസിൽ എന്തെങ്കിലും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ എന്താണ്, നമുക്ക് അത്രയും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ എന്നാലോ നമുക്ക് മെഷീൻ്റെ ഉപയോഗം കിട്ടി. ക്ലിയർ? സോ ഐദർ യു ആർ ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് ലോൺ അല്ലെങ്കിൽ ലോൺ ഈക്വലൻ്റ് ആയിട്ടൊരു സംഭവം നമുക്ക് കിട്ടുന്നു. ഇപ്പോൾ ഹയർ പർച്ചേസും അതേപോലെ തന്നെ നമുക്ക് വണ്ടി ഹയർ പർച്ചേസിന് മേടിക്കുമ്പോൾ നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്.
നമുക്ക് ലോണായിട്ട് നമുക്ക് തരുന്നില്ല, നമ്മുടെ കയ്യിലേക്ക് പൈസ വരുന്നില്ല, അത് നേരെ അപ്പുറത്തെ സെല്ലറിൻ്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ എന്താണ് ബെനിഫിറ്റ്? നമുക്ക് മാസം മാസം ചെറിയൊരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൽ നമുക്ക് വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കൺസ്യൂമർ ക്രെഡിറ്റും ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ കടയിൽ നിന്ന് EMI ബേസിസിൽ എടുക്കുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ഡിസ്കൗണ്ടിങ്, ഫാക്ടറിങ്, ഇൻഷുറൻസ്, ഇതെല്ലാം തന്നെ നമുക്ക് എന്താ ചെയ്യുന്നത്? നമുക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ദെൻ ഫീ ബേസ്ഡിൻ്റെ എക്സാമ്പിൾസ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ട്രേഡറിന് എന്താ കിട്ടുന്നത്? ട്രേഡർ കസ്റ്റമർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ പറയുന്നതനുസരിച്ചിട്ട് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ആൾക്ക് കിട്ടുന്ന കമ്മീഷൻ, റൈറ്റ്? അതേപോലെ തന്നെ ഇഷ്യൂ മാനേജ്മെൻറ്റ്, മെർച്ചൻറ്റ് ബാങ്കിങ് സർവീസസ്, ക്രെഡിറ്റ് റേറ്റിംഗ്, പിന്നെ ഡെറ്റ് റീസ്ട്രക്ചറിങ്, ഇതൊക്കെ സർവീസുകളാണ്. ഈ സർവീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്താ കിട്ടുന്നത്? ഫീസാണ്, അല്ലേ? സോ അങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, ഫണ്ട് ബേസ്ഡും ഫീ ബേസ്ഡും. സോ ഹോപ്പ് യു ആർ ക്ലിയർ ഓൺ ദീസ് 4 things: ഫിനാൻഷ്യൽ സർവീസസ്, financial instruments, financial institutions, markets. All in all, these are the 4 elements or components of your financial system. And hope you are clear with how the financial system works. നമുക്ക് ബേസിക് ആയിട്ട് 2 entities ഉണ്ട്, borrowers and lenders. അപ്പോൾ money flows from the lenders to financial intermediaries, to the financial markets, to the borrowers, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സ് വഴി ഡയറക്റ്റ്ലി ബോറോവേഴ്സിൻ്റെ അടുത്തേക്ക് പോവുക. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ തിങ്സ് ഹാപ്പൻ. അതിന് പകരം കിട്ടുന്നത് എന്താണ്? റിട്ടേൺസ്. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ ദി ഹോൾ ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക്സ്. ഇറ്റ് ഗോസ് റൗണ്ട് ആൻഡ് റൗണ്ട്. ക്ലിയർ? അപ്പോൾ ഹോപ്പ്ഫുള്ളി ദ കണ്ടൻറ് സോ ഫാർ ഇസ് ക്ലിയർ. അടുത്ത വീഡിയോസിൽ കുറേ കൂടി ഡീറ്റെയിലിൽ ഓരോ എലമെൻറ്റ് നമുക്ക് പരിശോധിക്കാം. Okay, so hope you are clear on this content. In case of any doubts, feel free to leave a message down in the comment section or WhatsApp me your doubts. Okay, I'll try to get back to you as soon as possible. So thank you for listening. Have a nice day.